ഇന്നെന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. പറഞ്ഞതുപോലെ തന്നെ സാമ്പാറ് ആകാതെ ഇരിക്കുന്നു. ഇത് ഞാൻ ഇനി സാമ്പാറാക്കണം. ഇപ്പൊ എന്ത് ഇതിന്റെ പ്രശ്നം? ഇനി സാമ്പാറാക്കണോ? അത് ഫസ്റ്റ് നമുക്ക് പോയി കുളിക്കാം. ഓക്കെ, ഒരാഴ്ച പഴക്കമുള്ള കേക്കാന്നാ പറയുന്നത്. തമാശ പറഞ്ഞ ഒരാഴ്ച പഴക്കമുണ്ട്. കഴിച്ചോ കളി നമുക്ക് വരാട്ടാ. നമുക്ക് പഴയ സ്റ്റുഡിയോ തന്നെ പോവാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. രാമുട്ടാ വാ പോവാ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ വെൽക്കം ടു ആൻ ഓഫ് ഡേ ഇൻ മൈ ലൈഫ്. അതെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഓഫ് എടുക്കാൻ പോവാണ്. നമ്മളിത് ലീവാണ്. അപ്പം നമ്മളൊരു ലീവ് ദിവസത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വ്ളോഗ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ അതിലെ കൂടെ എന്തോ പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഫോക്കസ് അല്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അങ്ങനെ ലീവ് എടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഈ ഇന്റർമീഡിയറ്റ് ബ്രേക്സിന്റെ ആളാട്ടോ. ഒരു വർക്കിന്റെ ഇടയിൽ 5 to 10 minutes അങ്ങനെയായിരുന്നു ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് പോകുന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ബേൺ ഔട്ട് ആവുകയും സ്ട്രെസ്ഫുൾ ആവുകയും ചെയ്യാന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വി ഹാവ് ഫിക്സ്ഡ് നമ്മളൊരു ഇതാണ് ലീവ് ദിവസം തുടങ്ങിയാലുള്ള കാഴ്ചകൾ അവിടെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് റിലീഫ് ആകണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെനസ്ഡേയ്സ് ലീവ് എടുക്കാറുണ്ട്. സോ അങ്ങനെ ഒരു വെനസ്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക. അല്ല നമ്മൂട്ടാ, വെറുതെ ഇരിക്കും. ഇല്ല, വേണമെങ്കിൽ ഈ ഒരു ദിവസത്തെ നമുക്ക് വാട്ട് ഐ കുക്കിനിടെ എന്ന് കൂടെ പറയാം. ഇന്നത്തെ ദിവസം നമ്മൾ ഫുൾ കുക്കിംഗ് ആയിരിക്കും. അതായത് 3 നേരവും യെസ് ഓഫ് കോഴ്സ് ഞാൻ കുക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എഴുന്നേറ്റേ ഉള്ളൂ. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. യെസ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് രാമൂട്ടൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. രാമൂട്ടൻ ദോശ. ഞാനാ കുക്ക് ചെയ്യുന്നതെന്നാലും ഞാനും രാമൂട്ടൻ ഒന്നല്ലേ. അതുകൊണ്ട് രാമുട്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ എപ്പോഴും. സാമ്പാറൊക്കെ അടുപ്പത്തോടെ വെച്ചിട്ട് എന്നോട് പറയുക ഇത് കറിയാക്കി തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാനാണ് അത് കറിയാക്കുന്നതാണ്. സോ അതിന്റെ ക്രെഡിറ്റ് എനിക്കാണ്. ആ പ്രോസസ് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ആണല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് താങ്കൾ തന്നെ ആ സാമ്പാറിനൊന്ന് എന്ത് ചെയ്തു? പറഞ്ഞതുപോലെ തന്നെ സാമ്പാറ് ആകാതെ ഇരിക്കുന്നു. ഇത് ഞാൻ ഇനി സാമ്പാറാക്കണം. ഇപ്പൊ എന്ത് ഇതിന്റെ പ്രശ്നം? ഇനി സാമ്പാറാക്കണോ? അത് അയ്യോ, രാവിലെ തന്നെ കോമഡി. ഇന്നെന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളെ രാവിലെ വിളിച്ച് വിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു ഓഫീസിൽ തന്നെ, മീൻസ് വർക്ക് പ്ലേസിൽ തന്നെയാണ്. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലടി. പണ്ട് നമ്മുടെ ചെറുപ്പത്തിലായിരുന്നു ഭയങ്കര പരിപാടികളൊക്കെ. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ബർത്ത്ഡേക്കൊന്നും വലിയതില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവളെ ഒന്നെടുത്ത് പോയിട്ട് ഞെട്ടിക്കണ്ടേ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പൊ ദോശ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എത്ര കടുക് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡി. ദെൻ യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കാർത്തിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാം. ആ ഗിഫ്റ്റ് വാങ്ങിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അവളുടെ വർക്ക് പ്ലേസിൽ പോവാം. ദെൻ സർപ്രൈസ്. ഓക്കെ, സോ പക്ഷെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് പോവാം അല്ലെ. ലഞ്ചും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. വേണ്ട ചായ. ഓക്കെ. സോ എന്തായാലും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്നിട്ട് നമുക്ക് കുളിക്കാം. ആക്ച്വലി കഴിക്കണത് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചാട്ടോ. വ്ളോഗ് കഴിഞ്ഞു വെച്ചാൽ പക്ഷെ പെട്ടെന്നുള്ള വിശപ്പാനും വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർത്തു രാമൂട്ടും പാത്രം നമ്മള് കഴിച്ചതിന് ശേഷം രാമൂട്ടും പാത്രം കഴിവെക്കാന്ന് എടുത്ത് ഞാൻ ആലോചിച്ചു. രാമൂട്ടും പറയുകയാണെ വിശന്നു കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് നമുക്ക് പോയി കുളിക്കാം. ഓക്കെ,
അപ്പോൾ ഗൈസ് ഞാൻ ദാ കുളിച്ച് സെറ്റായി. അപ്പോൾ ഇപ്പം എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ ഞാൻ മറക്കാതെ ആഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് വാഷ്. അപ്പോൾ ഇതിലുള്ള ടെർമറിക് നമുക്കറിയാം, അമ്മമാരുടെ കാലം മുതൽ നമ്മുടെ ഫേസിൽ എന്ത് പ്രോബ്ലം വന്നാലും ഫസ്റ്റ് ടെർമറിക് യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കുളിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനകത്ത് ടെർമറിക്കും ലിക്കറസാണ് അടങ്ങിയിട്ടുള്ളത്. ടെർമറിക്കും ലിക്കറസും നമുക്ക് അറിയാം നമ്മുടെ ബ്ലെമിഷസ് റെഡ്യൂസ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫേസ് വാഷ് യൂസ് ചെയ്താലോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് മേക്ക് ചെയ്തിരിക്കുന്നത് സ്വരസ കോൾഡ് പ്രസ്ഡ് ടെക്നിക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെർമറിക്കിൻ്റെ ആക്റ്റീവ്സ് ഫുൾ പൊട്ടൻഷ്യൽ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ സാധാ ടെർമറിക് യൂസ് ചെയ്യുന്ന പോലെ സ്റ്റെയിൻസോ ഡ്രൈനസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. മാത്രമല്ല നല്ല ഗ്ലോയും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ആൻഡ് ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മോർണിംഗ് റുട്ടീൻ സെറ്റായി, നമ്മൾ ഫേസ് വാഷ് കഴിഞ്ഞു. ഇനി ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ഇനി ഞാൻ തീരുമാനിച്ചേക്കുന്നത് ബീട്രൂട്ടും സാമ്പാർ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, ചോറ് വെച്ചിട്ടില്ല, ചോറ് വയ്ക്കണം. പിന്നെ ഒരു പപ്പടവും വറുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ആൻഡ് അതിനുശേഷം നമുക്ക് കാർത്തിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകാം, എന്നിട്ട് കാർത്തിനെ സർപ്രൈസ് ചെയ്യാൻ പോകാം. ഗൈസ് ഞാൻ എന്താ ബീട്രൂട്ട് അരിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിത് തോരൻ വയ്ക്കാം. ഗൈസ് അങ്ങനെ ചോറും വെച്ചു, കറിയും വെച്ചു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. എല്ലാം കഴിഞ്ഞപ്പോൾ 3:51. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കാത്തിൻ്റെ അടുത്ത് പോകണം എന്നങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആകാതെ വൈകിട്ടായി. പക്ഷെ കുഴപ്പമില്ല, അത്രയും വെയിലാണ് പുറത്ത്. നമ്മൾ ഈ വെയിലത്ത് ഇറങ്ങണത് കുറച്ച് കഷ്ടപ്പാടാണ്. അതുകൊണ്ട് വെയിലാറിയിട്ട് ഇറങ്ങാം അല്ലേ? അതെ 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 അതെ. എപ്പോഴും അതെ, നമ്മുടെ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോകുന്നു. അത് ഭക്ഷണത്തോടുള്ള ഒരു അതിയായ ആക്രാന്തം കാരണം. കഴിച്ചു കഴിയാറായി. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ബീട്രൂട്ട് എങ്ങനെ അവിടെ അപ്പൊ ഗൈസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കുറച്ചു നേരം സീരീസ് ഒക്കെ കണ്ട് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ നടക്കൂല, കാരണം ഇപ്പൊ തന്നെ 4:30. ഇന്നത്തെ ദിവസം എന്ത് വേഗം സമയം പോയത്. അയ്യോ, ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അപ്പോൾ നമ്മളെന്തായാലും റെഡി ആയിട്ട് ഇറങ്ങാം. എന്നിട്ടൊന്ന് സ്റ്റുഡിയോയിൽ കയറിയിട്ട് വേണം പോകാനായിട്ട്. സ്റ്റുഡിയോ കയറിയിട്ട് ദെൻ അവർക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഡ്രസ്സ് എന്തായാലും മാറാം. ഇപ്പം ഇത്ര നേരം കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് ഇറങ്ങാം ഗൈസ്. രാമുട്ടാ വാ പോവാ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് റെഡി. ഒന്ന് ഇറങ്ങി വരോ സാറേ. അങ്ങനെ നമ്മളുടെ സ്റ്റുഡിയോയിലെത്തി. നമ്മളിന്ന് വരണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ നമ്മുടെ കുട്ടികളുടെ പ്രാക്ടീസ് സെഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചു. പിള്ളേരവിടെ ചെയ്യട്ടെ, വെറുതെ ശല്യം ചെയ്യുന്നില്ല. പോവാ നമുക്കെന്നാ ചായ കുടിക്കാനാ. കണ്ട ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പ്ലാനിങ്സ്. നമുക്കൊരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാനുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേഗം ആവട്ടെ. 6 മണിന്ന് പറഞ്ഞിട്ട് നോക്കിയേ, എത്ര മണിയാണ്? 6:02 കാണിച്ചെടുക്കട്ടെ. 6:02. ആരാന്നാ വ്ളോഗ്? നീയൊക്കെ തന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. അതാ രാത്രിയായി. ഈ രാമുട്ടൻ ലേറ്റ് ആക്കിയതാണ്. ഇവൻ വന്ന് സ്റ്റുഡിയോയിലേക്ക്, അങ്ങനെയാണ് ഫുൾ ലേറ്റ് ആയത്. ക്രിസ്റ്റി എവിടെ മൊഹോടെ? അതെ, നമ്മൾ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തത് ഇവൻ രാത്രി ആക്കിയത് ഇവന് ഒറ്റടുത്തം കാരണമാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി ഗിഫ്റ്റ് വാങ്ങിക്കണം. ഇനി നമുക്ക് ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കാം സ്റ്റുഡിയോയിൽ പോയിട്ട്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് കുമ്പളങ്ങിക്ക് വിടാം. ഇനി അവളുടെ വർക്ക് പ്ലേസിലൊന്നും പോകാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പൊ നമ്മൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഗൈസ് കട്ട ബ്ലോക്ക് പാലാരിവട്ടത്ത് ആക്ച്വലി ഞങ്ങൾ പണ്ടെടുക്കാറുള്ള ലേഡി ഷോപ്പ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള പ്ലാൻ നോക്കിയപ്പോൾ നമുക്ക് പഴയ സ്റ്റുഡിയോ തന്നെ പോവാം.
അങ്ങനെ അതാ അടുത്ത കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ മോനെ ബഹളം ഉണ്ടാവും അവസാനം കിട്ടി കിട്ടി. ഹാപ്പി ബർത്ത്ഡേ കാർത്തി. ഒരാഴ്ച പഴക്കമുള്ള കേക്കാന്നാ പറയുന്നത്. കഴിച്ചോ കളി നമുക്ക് വരാട്ടാ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു വീട്ടിൽ. ഇത്രയും വലിയ വണ്ടി വച്ചുണ്ടാക്കിയിട്ട് ഇവള് പറയുന്നു. കേക്കുണ്ട് വായിക്കും. Happy birthday to you. Happy birthday to you. Happy birthday dear Karthi. നാണോ നിനക്ക്? നാണം. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? അപ്പൊ ഗൈസ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ചെസ് കളിക്കാതെ വിചാരിച്ചിട്ടോ. രാമുണ്ടും മധുവും കൂടെയാണ് കളിക്കണത്. പണ്ട് ഞാനും കാർത്തിയും ഇത് കുറേ കളിച്ച് കാർത്തി കുറേ തോറ്റത്തൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അവരുടെ ടേൺ ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം യുനോ കാർഡ്സും കൂടെ കളിച്ചു. ആൻഡ് അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ നമുക്കിനി അടുത്ത വ്ലോഗിൽ കാണാം.